ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OET റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടൊരു ടോപ്പിക്കാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ കണക്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് OET റൈറ്റിങ്ങിൽ. കൂടുതലും നമുക്ക് സെൻറ്റൻസസ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കണക്റ്റേഴ്സ്. എന്നാൽ ചില കണക്റ്റേഴ്സ് OET റൈറ്റിങ്ങിൽ നിന്നും ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. അതായത് നമുക്ക് ചില കണക്റ്റേഴ്സ് ഇപ്പോൾ OET റൈറ്റിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചില കണക്റ്റേഴ്സ് നമ്മൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാനുള്ളൊരു ടെംപ്റ്റേഷനുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാർക്ക് ലൂസ് ആവാനുള്ള OET റൈറ്റിങ്ങിന് മാർക്ക് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഏതൊക്കെ കണക്റ്റേഴ്സാണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചില കണക്റ്റേഴ്സ് നമുക്ക് നോക്കാം. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കണക്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹെൻസ്, ദസ്, ബിസൈഡ്സ്, ബിക്കോസ്, moreover, furthermore, apart from that, so, thereafter, meanwhile, till, though, even though. ഈ കണക്റ്റേഴ്സ് ഒക്കെയാണ് OET റൈറ്റിങ്ങിൽ നിന്നും ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത്. സോ ഡു നോട്ട് യൂസ് ദിസ് കണക്റ്റേഴ്സ് ഇൻ OET റൈറ്റിംഗ്. ഓക്കെ, ബിക്കോസ് ഇത് നമ്മൾ ഈ ഔട്ട്ഡേറ്റഡ് ഉള്ള കണക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ OET റൈറ്റിങ്ങിൽ നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഔട്ട്ഡേറ്റഡ് ഉള്ള കണക്റ്റേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് പ്ലീസ് ഡു വാച്ച്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.